ജില്ലയിൽ വിവിധ പരിപാടികളിൽ ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതൊക്കെയാണ് കൊച്ചിയിൽ മാത്രമായിട്ട് പങ്കെടുക്കുന്ന പരിപാടികൾ? അതോടൊപ്പം തന്നെ ഈ ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന പട്ടയമേള ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അത് തൃശ്ശൂരിലാണ്. തേക്കിൻകാട് മൈതാനിയിൽ ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് പരിപാടി നടക്കുക എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിലുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിവിധ പരിപാടികളിൽ മുഖ്യമന്ത്രി ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നവകേരള സ്ത്രീ സദസ്സ് എന്നൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഏകദേശം 3000-ലധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. രാവിലെ 9 മുതൽ 1:30 വരെയാണ് ഈ പരിപാടിയുടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പരിപാടിയിൽ ഈ വനിതകളുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കും. ജനപ്രതിനിധികളായിട്ടുള്ളവർ, കുടുംബശ്രീ പ്രവർത്തകരൊക്കെ തന്നെയുള്ള വനിതകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതും വാർത്തയായിട്ട് പ്രതീക്ഷിക്കാം. നമുക്കറിയാം, സാധാരണഗതിയിൽ കുടുംബശ്രീ പ്രവർത്തകരെയൊക്കെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വലിയൊരു പങ്കാളിത്തം ഉറപ്പാക്കുവാൻ പാർട്ടിയുടെ ഭാഗത്ത് നിന്നടക്കം ഈ പരിപാടിയിൽ ഒരു ശ്രമമുണ്ടായേക്കും. എന്തായാലും ഈ പരിപാടി 9 മുതൽ 1:30 വരെയാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം നേരെ മുഖ്യമന്ത്രി പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തേക്കിൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരം 3 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. അതേ സമയത്ത് തന്നെ എല്ലാ ജില്ലകളിലും അതാത് മന്ത്രിമാർ ഈ പട്ടയമേളയുടെ ഉദ്ഘാടനം ജില്ലാ തലത്തിൽ നിർവഹിക്കുകയും ചെയ്യും. എറണാകുളത്ത് മന്ത്രി പി രാജീവായിരിക്കും പട്ടയമേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും പ്രതീക്ഷിക്കുന്നുണ്ട്.